നമസ്കാരം. മീഡിയ പ്ലസ് അവതരിപ്പിക്കുന്ന മായാക്കാഴ്ചകളുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നെടുമങ്ങാട് എന്ന മലയോര പട്ടണത്തിൽ നിന്നും ഇന്ത്യയുടെ നെറുകയിൽ മിസ്സസ് ഇന്ത്യ പട്ടം കരസ്ഥമാക്കിയിരിക്കുകയാണ് പാർവതി രവീന്ദ്രൻ. പാർവതി രവീന്ദ്രൻ്റെ മിസ്സസ് ഇന്ത്യ പട്ട കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ മായാക്കാഴ്ചകളിൽ നമ്മൾ കാണുന്നത്. ആ മനോഹര കാഴ്ചകൾ നമുക്ക് കണ്ടുവരാം. Hi from Parvati. I am the Queen of Ruby category of Mrs. India Queen of Substance. മിസ്സസ് ഇന്ത്യ പട്ടം കരസ്ഥമാക്കിയ നെടുമങ്ങാട്ടുകാരി പാർവതി രവീന്ദ്രനുമായിട്ടാണ് ഇന്നത്തെ മായാക്കാഴ്ചകൾ പോകുന്നത്. പാർവതി, നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് ഇങ്ങനെ ഒരു മിസ്സസ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു എയിമിലോട്ട് എത്തിച്ചേരാൻ കഴിഞ്ഞത്? മിസ്സായിരുന്നപ്പോൾ ചെയ്യണം എന്നായിരുന്നു, പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരുന്നു. കൂടുതൽ അക്കാഡമിക്കലി സ്ട്രോങ് ആവാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് ആ സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്കറിയുന്ന ആരും ഇത് ചെയ്തിട്ടുമില്ല. അപ്പോൾ അന്ന് ഇത്രയും സോഷ്യൽ മീഡിയാസ് ഇല്ല, ഇത്രയും ഇൻ്റർനെറ്റ് ഇല്ല. അപ്പോൾ അന്ന് അത് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് വീണ്ടും അതൊരു ഡ്രീമായിട്ട് ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് നാൾ കഴിഞ്ഞ് അതിന് വേണ്ടി ഒരു കോൺഫിഡൻസ് ഒക്കെ ഗെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാം, കല്യാണം കഴിഞ്ഞവർക്ക് എന്തെങ്കിലും കോമ്പറ്റീഷൻസ് ഉണ്ടോ എന്ന് നോക്കുമ്പോഴാണ് മിസ്സസ് ഇന്ത്യ എന്ന് പറയുന്ന കോമ്പറ്റീഷൻ അവൈലബിൾ ആണെന്നും അതിന് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്നും ഞാൻ മനസ്സിലാക്കുന്നത്. മിസ്സസ് ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ കുറേയൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. കാര്യം, കല്യാണം കഴിഞ്ഞു, അപ്പോൾ ഭർത്താവിൻ്റെ കൂടി ഒരു സപ്പോർട്ട്, ഇൻസ്പിറേഷനൊക്കെ ഉണ്ടാവണം. അത് എത്രത്തോളം ഇതിനകത്ത് വന്നില്ല? അത് വളരെയധികം ഉണ്ട്. പറഞ്ഞ പോലെ ഫാമിലി ആകുമ്പോഴത്തേനും അതിനകത്ത് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട്. അപ്പം ആളുടെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഹസ്ബൻഡ് സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, അതിന് ഇപ്പോൾ കടന്നതിലും ഒരു അധികം പടിയും കൂടി ചവിട്ടേണ്ടി വരും. പക്ഷേ ഹീ ഈസ് വെരി സപ്പോർട്ടീവ്, വെരി നൈസ് പേഴ്സൺ. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ ഹെൽപ്പോട് കൂടി ഞങ്ങൾ ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മോനെയും ഹസ്ബൻഡിനെയും അവിടെ ആക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ അവരങ്ങ് മാനേജ് ചെയ്യും കംപ്ലീറ്റ്ലി. ലൈക്ക് ഈസിയാണെന്ന് എനിക്ക് തോന്നും. അങ്ങനെ പുള്ളിയുടെ സപ്പോർട്ട് വെച്ച് കുറച്ചും കൂടി ഈസിയാണ്. ഹസ്ബൻഡ് എവിടെയാണ് ജോലി ചെയ്യുന്നത്? മകൻ എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് ഒരു IT മാനേജറാണ്. അവിടെ ഓസ്ട്രേലിയയിൽ തന്നെ. ഞങ്ങൾ ന്യൂ സൗത്ത് വെയിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഒരു കെമിക്കൽ കമ്പനിയിൽ IT മാനേജറാണ്. മോൻ വന്നിട്ട് 8 വയസ്സായി, 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു അവിടെ. ഒരു നാട്ടിൻ പുറത്തുകാരിയായിരുന്നു ഇവിടെ നിന്ന് കല്യാണം കഴിച്ച് പോകുമ്പോൾ പാർവതി. ഇന്നിപ്പോൾ മോഡേൺ ആയിരിക്കുന്നു. അതുമാത്രമല്ല, മിസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഡ്രീം അല്ലേ? അങ്ങനെ ഒരു ഡ്രീം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഡ്രീം ഉണ്ടായിരുന്നു. ഇപ്പോഴും നാട്ടിൻപുറത്തുകാരിയാണ്. ചിലപ്പോൾ ഔട്ട്ഫിറ്റിലൊരു വ്യത്യാസം വന്നിട്ടുണ്ടാവും, പക്ഷേ നമ്മളെല്ലാം ചെയ്യും. അതെ, ആ ഡ്രീം ഉണ്ടായിരുന്നു. അതാണ് മിസ് ഇന്ത്യയിൽ നിന്ന് മിസ്സസ് ഇന്ത്യയിലേക്കുള്ള ഒരു ദൂരമാണ് എനിക്കുള്ളത്. അപ്പോൾ മിസ്സസ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത്, മിസ് ഇന്ത്യ ആവാനായിട്ട് നിങ്ങൾ നല്ല ശരീരം, നല്ല സ്കിൻ, അങ്ങനെ അതൊക്കെ മതിയാവും. നല്ല എഡ്യൂക്കേഷൻ, പിന്നെ അത്യാവശ്യം ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, കോൺഫിഡൻ്റ് ആയിരിക്കുക, സംസാരിക്കുക നന്നായിട്ട്. പക്ഷേ മിസ്സസ് ഇന്ത്യ ആകുമ്പോൾ അതൊക്കെ മാറും. നിങ്ങളൊരു അച്ചീവർ ആയിരിക്കണം ലൈഫിൽ. വെറുതെ ഒരു വീട്ടമ്മ മാത്രമായിരുന്നാൽ പോരാ. ഒരു ജോലിയുള്ള ആൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ലൈഫിൽ അച്ചീവ് ചെയ്ത ഒരാളായിരിക്കണം. ഇപ്പോൾ ഞാനൊരു വിന്നർ ആവാൻ ഹെൽപ്പ് ചെയ്തതും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ, ഞാൻ
ഞാൻ വർക്ക് ചെയ്യുന്നത് അവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ എഞ്ചിനീയർ ആയിട്ടാണ്. അപ്പോൾ ഞാനാണ് അവിടുത്തെ ആദ്യത്തെ പെൺകുട്ടി. അങ്ങനെ ആ ഒരു ജോബ് ടൈറ്റിൽ കിട്ടുന്ന ആദ്യത്തെ ഗേൾ ഞാനാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 35 ഇയേഴ്സായി, 35 വർഷമായി. ഇതുവരെ അവിടെ ഒരു പെൺകുട്ടി ജോലി ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനാണ് അതെ, അപ്പോൾ ഞാനാണ് ആദ്യത്തെ ക്ലിനിക്കൽ എഞ്ചിനീയർ അവിടുത്തെ. അതുപോലെ തന്നെ ഞാൻ ഭരതനാട്യം, മോഹിനിയാട്ടം ട്രെയിൻ ഡാൻസറാണ്. ഞാനിവിടെ താരാ കല്യാൺ ടീച്ചറുടെ അടുത്തായിരുന്നു പഠിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞ് ഞാൻ അവിടെ ഒരു ഡാൻസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. അതെ, ബോളിവുഡാണ് പഠിപ്പിക്കുന്നത്, പക്ഷേ ക്ലാസിക്കൽ ഡാൻസ് ഫോംസും ചെയ്യും. അങ്ങനെ ചോദിച്ച് വരുന്നവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഡാൻസ് സ്കൂളുണ്ട്. പിന്നെ അവിടെ പോയി ഞാൻ ടെന്നീസ് പഠിച്ചു. ഞാനും ഹസ്ബൻഡും ടെന്നീസ് കളിക്കും, മോനും കളിക്കും. ഞങ്ങൾ അവിടെ ഡിസ്ട്രിക്ട് ടീമിൽ കളിക്കുന്നുണ്ട്. അതെ, അപ്പോൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാനിവിടെ അസാപ്പ് എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷനിലെ ട്രെയിനറായിരുന്നു. സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് എന്ന് പറയും. കുറച്ച് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്നൊരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത ട്രെയിനേഴ്സിൽ ആദ്യത്തെ കുറച്ച് പേരിൽ ഒരാൾ ഞാനായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട് ഇതിലേക്ക് ലീഡ് ചെയ്തത്. ഈ സോഷ്യൽ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിറ്റീസ്, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ ചെയ്യുന്നത്, ഇത് യഥാർത്ഥത്തിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണോ അതോ നേരത്തെ മുതൽ കുഞ്ഞിലെ ഇത്തരത്തിലുള്ള ഡാൻസ് അങ്ങനെയുള്ള ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു? അതെ, സോഷ്യലി എപ്പോഴും ആക്റ്റീവാണ്. മേ ബി എൻ്റെ പാരൻസ് അങ്ങനെയാണ്. അവർ രണ്ടുപേരും സോഷ്യലി വെരി കമ്മിറ്റഡ് ആൻഡ് ആക്റ്റീവാണ്. അപ്പോൾ ഗീവിങ് ബാക്ക് ടു ദ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ശരിക്കും ഡെവലപ്പ് ചെയ്തത് അവരുടെ അടുത്തു നിന്ന് തന്നെയാണ്. ഞാൻ അച്ഛനെ കാണുമ്പോഴും ഒക്കെ ഹീ ഓൾവേസ് വർക്ക്സ് ഫോർ പീപ്പിൾ അറൗണ്ട് ഹിം. ഒരാൾക്കെങ്കിലും ഒരു പുതിയ കാര്യം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് ബ്ലഡിലുള്ളതായിരിക്കാം. അപ്പോൾ ആ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എപ്പോഴും ഉണ്ട്. പിന്നെ എല്ലാത്തിനോടും എന്തും ചെയ്യാനുള്ളൊരു ഇഷ്ടം എന്ന് പറയുന്നത് ചെറുതിലേ മുതലുള്ളതാണ്. ഒന്നിനോട് നോ പറയാൻ എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. പിന്നെ നോ പറയേണ്ടടുത്ത് നോ പറയണം, അത് ചെയ്യും. അതുകൊണ്ട് ഇതുണ്ട് നമുക്ക് പെട്ടെന്നൊരു ദിവസം എല്ലാം ഡെവലപ്പ് ചെയ്ത് വരാൻ പറ്റില്ല. ഉള്ളിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാൻ ചിലപ്പോൾ സമയം എടുത്തിട്ടുണ്ടാവും. ആ സമയം ഞാനും എടുത്തു. മേ ബി അത് നമ്മുടെ ഒരു സൊസൈറ്റൽ തിങ് വെച്ചിട്ട് 25 വയസ്സിൽ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ അതൊരു കണ്ടിരുന്ന ഒരു സമയം കൂടെ ആയിരുന്നു. അപ്പോൾ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് 25 വയസ്സാണ്. 26 വയസ്സിൽ എനിക്ക് മോനുണ്ടായി. 28 വയസ്സിൽ ഞാൻ ഓസ്ട്രേലിയയിലെത്തി. അപ്പോൾ പടികൾ ഓരോന്നായിട്ട് കയറിയിട്ടാണ് ഇപ്പം എന്താണോ ഞാൻ അതായത്. ഇതാണ് ഈ പുതിയ തലമുറയിൽപ്പെട്ട പലർക്കും ഇത്തരത്തിലുള്ള ഈ പാർവതിയെ കാണുമ്പോൾ, പ്രത്യേകിച്ച് ഒരു നാട്ടിൻ പുറത്തുകാരിയെ സംബന്ധിച്ച് ഒരിക്കലും അസാധ്യമെന്ന് കരുതിയിരുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ളൊരു മേഖല. അവരോട് എന്താണ് പറയാൻ? ഡ്രീം ബിഗ്. അത് സ്വപ്നങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ സത്യമാവും. പക്ഷെ നമ്മളത് മറന്നു പോകുമ്പോഴാണ് പ്രശ്നം. പിന്നെ അത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. ഇതെല്ലാം മനുഷ്യന്മാരുണ്ടാക്കിയതാണ്. അപ്പോൾ മനുഷ്യനായിട്ടിരിക്കുന്നിടത്തോളം കാലം അതെല്ലാം നമുക്ക് സാധ്യമാവും. അത് എവിടെ തുടങ്ങണം എന്നുള്ളതിൽ മാത്രമേ ഉള്ളൂ. തുടങ്ങിക്കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ഇറ്റ്. അപ്പോൾ ഈ മേഖലയിൽ എത്തിച്ചേരുമ്പോൾ പലർക്കും ആദ്യം എന്താണെന്ന് അറിയാൻ സാധിക്കില്ല. ഇപ്പോൾ കണ്ടസ്റ്റൻ്റ് അവരുടെ ആ ഒരു ഏരിയ അത് എത്രത്തോളമാണ്, അവർ ഏത് മേഖലയിൽ നിന്ന് വന്നതാണ്, അവരുടെ എക്കണോമിക്കൽ സിറ്റുവേഷൻ ഉൾപ്പെടെയുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല. അതുമാത്രമല്ല അവർ എത്ര കാലം കൊണ്ട് ട്രെയിൻ ചെയ്യുന്നു എന്നുള്ളതും അറിയില്ല. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് മൊത്തത്തിൽ ഒന്ന്
പറഞ്ഞു തരാനായിട്ട്? മനസ്സിലായി. അപ്പോൾ ഞങ്ങൾക്ക് ഈ കോമ്പറ്റീഷനകത്ത് 33 കണ്ടസ്റ്റൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ പലരും പല മേഖലകളിൽ നിന്ന് വരുന്ന ആൾക്കാരെ, പല ഏജ് ഗ്രൂപ്പാണ്. ചിലർക്ക് ഒരു കുട്ടിയുണ്ട്, ചിലർക്ക് 2 കുട്ടികളുണ്ട്, ചിലർക്ക് കുട്ടികളില്ല, ജസ്റ്റ് മാരീഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു നോം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരീഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് യു ഹാവ് ടു ബി വിത്ത് യുവർ പാർട്ട്ണർ. നിങ്ങൾ കല്യാണം കഴിച്ച ആളുടെ കൂടെ ആയിരിക്കണം, സെപ്പറേറ്റഡ് ആവാൻ പാടില്ല എന്നുള്ളതുണ്ട്. അങ്ങനെ കാറ്റഗറീസ് ഉണ്ട്. പക്ഷെ എൻ്റെ കാറ്റഗറി ലൈക്ക് ടുഗെദർ ഫാമിലി ആയിട്ട് ഉള്ള ആളായിരിക്കണം എന്നാണ്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലൈഫിൽ ഒരു കാര്യമല്ല, പല കാര്യങ്ങൾ അച്ചീവ് ചെയ്ത ആളായിരിക്കണം എന്നാണ്. അപ്പോൾ ചോദിക്കാനായിട്ട് ഇരിക്കുന്നു, എന്തൊക്കെയാണ് സാധാരണ ഈ മിസ് ഇന്ത്യ എന്നുള്ള ലെവലിലോട്ട് എത്തിച്ചേരാനായിട്ടുള്ള ഈ മത്സരത്തിൽ നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്? മിസ് കാറ്റഗറീസ് വേറെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മിസ് എന്ന് പറയുമ്പോഴത്തേനും അവർ സിംഗിൾ വിമൻ ആണ്, കല്യാണം കഴിച്ചിട്ടില്ലാത്ത ചെറിയ കുട്ടികളാണ്. 16 മുതൽ ഒരു 20 വയസ്സിനുള്ളിലുള്ള കുട്ടികളാണ് യൂഷ്വലി മിസ്സിന് പോവുക. മിസ്സസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പെർസ്പെക്റ്റീവ് കുറച്ചുകൂടി വൈഡറാണ്. കല്യാണം കഴിച്ച ആൾക്കാരായിരിക്കണം, അവർ വണ്ണത്തിലോ നിറത്തിലോ ഒന്നും അങ്ങനെയൊന്നും അല്ല അവരുടെ നോംസ് എന്ന് പറഞ്ഞാൽ. അച്ചീവേഴ്സ് ആയിരിക്കണം എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്ത ആൾക്കാരായിരിക്കണം. അല്ലാതെ ഒന്നും ചെയ്യാതെ ഞാൻ മിസ്സസ് ഇന്ത്യ ആകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കണം എന്നില്ല. അപ്പം അങ്ങനെ കുറച്ച് എന്താ പറയാൻ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ റൂൾസ് ഉണ്ട് അവർക്ക്. എന്തൊക്കെ ആയിരിക്കണം എന്നുള്ള കുറച്ച് റൂൾ സെറ്റ്സ് ഉണ്ട്. ഇന്ത്യൻ ആയിരിക്കണം, കല്യാണം കഴിച്ചിരിക്കണം, ഫാമിലിയുടെ കൂടെ ആയിരിക്കണം, എന്തെങ്കിലും സ്പെഷ്യലി അച്ചീവ്മെൻറ്റ്സ് ഉള്ള ആളായിരിക്കണം. അങ്ങനെ കുറച്ചധികം സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏതൊക്കെയായിരുന്നു? ഇതിലെല്ലാം ആയിരുന്നു. അതെ, മേ ബി ഐ ബിലീവ് ഇൻ ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫെയ്റ്റ് എന്നൊക്കെ പറയില്ലേ, വിധി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് അതുണ്ടായിരുന്നു, ആ കിരീടം വെക്കണം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല എന്തെങ്കിലും അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന്. ചെയ്ത് കഴിഞ്ഞപ്പോൾ തോന്നി ഇത് പറ്റുന്ന കാര്യമാണ്. അതെ, നമ്മൾ റിസൾട്ടിനെ പറ്റി കൂടുതൽ ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്ന് ട്രൈ ചെയ്തു, അപ്പോൾ മനസ്സിലായി പല പല കാര്യങ്ങൾ ചെയ്താലേ അവിടെ എത്തത്തുള്ളൂ. സ്പെഷ്യലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു നാട്ടിൻപുറത്തുനിന്ന് ജനിച്ച് വളർന്ന് ഞാൻ പഠിച്ചൊക്കെ സിറ്റിയിലെ സ്കൂൾസിലൊക്കെയാണ്. അതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ നന്നായി സംസാരിക്കാൻ അറിയണം, കോൺഫിഡൻസ് ആയിരിക്കണം, റാമ്പിൽ വാക്ക് ചെയ്യണം, എന്ത് ഡിസൈനർ വെയർ ഇട്ടാലും അത് ക്യാരി ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊരു ട്രെയിനിങ് എടുത്തിരുന്നു. ദി ടിയാറ എന്ന് പറയുന്ന ഒരു പാജൻറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഋത്തിക റാംശ്രീ എന്ന് പറയുന്ന ഒരു ട്രെയിനറായിരുന്നു എന്നെ ട്രെയിൻ ചെയ്തിരുന്നത്. മുമ്പത്തെ മിസ് യൂണിവേഴ്സും ഇപ്പോഴത്തെ മിസ് ഇന്ത്യ റണ്ണറപ്സും ഒക്കെ പുള്ളിക്കാരിയുടെ സ്റ്റുഡൻസ് ആണ്. അപ്പം ഇറ്റ് വാസ് എ പ്രിവിലേജ്. അപ്പോൾ പുള്ളിക്കാരിയാണ് ഗൈഡ് ചെയ്തത്, ഇങ്ങനെ ചെയ്യണം, ഈ കോസ്റ്റ്യൂം ഇടണം, ഈ റൗണ്ടിന് ഇങ്ങനെ പെർഫോം ചെയ്യണം എന്നൊക്കെയുള്ള കാര്യം. പിന്നെ റാമ്പ് വാക്കിംഗ് അത് പഠിപ്പിച്ചു തന്നു. അതൊരു സ്പെഷ്യൽ ആർട്ടാണ്. ഇതെല്ലാം ഞാൻ ഓൺലൈനായിട്ടാണ് പഠിച്ചത്. ബിക്കോസ് ഞാൻ ഓസ്ട്രേലിയയിലാണ്, എൻ്റെ ട്രെയിനർ വന്നിട്ട് ഹൈദരാബാദ് സെറ്റിൽഡ് ആണ്. അപ്പോൾ എനിക്ക് ഓൺലൈൻ അല്ലാതെ വേറൊരു മീഡിയം ഇല്ല. ബട്ട് ചെയ്യാൻ പറ്റി. ഒരു 3 months ട്രെയിനിങ് എടുത്തു മാമിൻ്റെ. ആൻഡ് ആ ഒരു മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാളത്തെ ഒരു ഹാർഡ് വർക്കാണ്. ഇത് പെട്ടെന്ന് പോയി എനിക്ക് തരൂ എന്ന് പറഞ്ഞ് എടുക്കണ ഒരു കാര്യമല്ല. നമ്മൾ നന്ദിതമേദിനി വിശ്വവിനോദിനി നന്ദനുതേ ഗിരിവരവിന്ധ്യ ശിരോദിനി വാസിനി വിഷ്ണുവിലാസിനി ജിഷ്ണുനുതേ. സോഷ്യലി കമ്മിറ്റ്മെൻ്റ് ഉള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. അത് നമ്മൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, പക്ഷേ ഇതിൻ്റെ ഒന്നും വീഡിയോ നമ്മൾ ഒരിക്കലും എടുത്ത് വെക്കാറില്ല. അപ്പോൾ അതിന് വേണ്ടി ഒരു ഫോട്ടോഗ്രാഫറെ ഹയർ ചെയ്ത് നമ്മൾ ഒരു സ്ഥലത്ത് പോയി അതിന് വേണ്ടി വീഡിയോ എടുക്കണം. അപ്പോൾ ഞാൻ ചെയ്തത് ഒരു ഓൾഡ് ഏജ് ഹോം, ഡിമെൻഷ്യ പേഷ്യൻസിൻ്റെ സ്ഥലത്ത് പോയി അവരെ വിസിറ്റ് ചെയ്തു. പക്ഷേ ഇതിൽ നിന്നൊക്കെ വേറൊരു ഇൻസൈറ്റ് കിട്ടും. അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് ഓൾഡ് ഏജ് എത്ര ബുദ്ധിമുട്ടാണെന്നുള്ളത്. മക്കളില്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു അതിനകത്ത്. മക്കളുണ്ടായിട്ടും അല്ലെങ്കിൽ ഹസ്ബൻഡ് ഉണ്ടായിട്ടും അവരൊന്നും കൂടില്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ സിസ്റ്റം ഒന്ന് വേറെയാണ്. പക്ഷേ സ്റ്റിൽ ഓൾഡ് ഏജിന് ഡിഫിക്കൽട്ടീസ്, അതും മറവി എന്ന് പറയുന്നൊരു സാധനം കൂടി വരുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാമെന്ന് തിരിച്ചറിഞ്ഞൊരു മൊമെൻ്റ് ആയിരുന്നു. അതിന് മുമ്പ് സത്യമായിട്ടും എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയും ഒരു ലൈഫ് വരും. ലൈക്ക് നമ്മുടെ ഒരു നിയർ ഫ്യൂച്ചറാണ്. ഒരു മേ ബി 20 വർഷത്തിലോ 30 വർഷത്തിലോ ഞാൻ ഫേസ് ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ്. പക്ഷെ അത് അടുത്തുനിന്ന് കാണാൻ പറ്റി. ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അവിടെ പോവില്ലായിരുന്നു. ഞാൻ കൂടുതലും കുട്ടികളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളാണ്. അവരുടെ അപ്ലിഫ്റ്റ്മെൻറ്റ്, അവരുടെ എഡ്യൂക്കേഷൻ, വെൽബീയിങ്. അപ്പോൾ ഇങ്ങനൊരു കാര്യം വന്നപ്പോഴത്തേനുമാണ് വേറൊരു ലൈഫിനെ പറ്റി തിരിച്ചറിയാൻ പറ്റിയത്. ഇതൊക്കെ ബ്ലെസ്സിങ്സ് ആണ് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതിൻ്റെ.
അപ്പോൾ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഡെഫിനറ്റ്ലി അതൊരു ടാസ്ക് ആയിരുന്നു. പിന്നെ നമ്മൾ വീട് എത്ര നന്നായി വെക്കുന്നു അതൊരു ടാസ്ക്കാണ്. അപ്പം വീട് വലിച്ചു വാരിയിട്ടിരിക്കുന്ന ഒരാൾക്ക് അതൊരിക്കലും ചെയ്യാൻ പറ്റില്ല. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് അപ്പോൾ അവർ ഇന്ന് പറയുകയാണെങ്കിൽ നാളെ നമ്മൾ ആ വീഡിയോ കൊടുത്തിരിക്കണം. അപ്പോൾ അതിനൊരു ടൈം ഫ്രെയിം ഉണ്ട്. പിന്നെ വേറെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എത്ര നന്നായി സപ്പോർട്ട് ചെയ്യുന്നു, ഇത് രണ്ടും ഇല്ലാത്ത ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇതിനെല്ലാം ടൈം ലിമിറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഫേക്ക് ചെയ്ത് ചെയ്യാൻ പറ്റും, ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ റിയൽ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഓരോ ടാസ്കും വളരെ ഫ്രം ഹാർട്ടാണ് ചെയ്തത്. ബിക്കോസ് ഐ വാസ് ഹാപ്പി ടു ഇൻട്രൊഡ്യൂസ് മൈ ഫാമിലി. എൻ്റെ ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്യാനും എൻ്റെ ഫ്രണ്ട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഓക്കെ, ഇവരൊക്കെയാണ് എൻ്റെ പില്ലേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ വേറെ ടാസ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിറ്റ്നസ്സിനെ പറ്റി. ഞാനൊരു 94 കിലോയിൽ നിന്ന് 54 കിലോയിലേക്ക് ഇറങ്ങിയ ആളാണ്. അപ്പോൾ എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേണി തന്നെ ഉണ്ടായിരുന്നു. 94 54 നേരെ പകുതിയായി. പക്ഷെ അത് എൻ്റെ പോസ്റ്റ് ഡെലിവറി വന്നതാണ്. മോനുണ്ടായി കഴിഞ്ഞപ്പോൾ വന്നൊരു ചേഞ്ചാണ്. പക്ഷെ അതൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചായി മാറി. പിന്നെ എനിക്ക് മനസ്സിലായി അതൊരു ഹെൽത്തി കാര്യമല്ല എന്ന്. അങ്ങനെ ഞാൻ വെയിറ്റ് കുറച്ച് ഞാനിപ്പോൾ 54 കിലോസിലേക്ക് വന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് കിട്ടിയത്. ലൈക്ക് മിസ്സസ് ഇന്ത്യ ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ്. മേ ബി എൻ്റെ 94 കിലോയിൽ എനിക്ക് ആ കോൺഫിഡൻസ് ഇല്ല. ഒരു റാമ്പിൽ വാക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ല. അത് ബോഡി കോൺഫിഡൻസാണ്. മനസ്സിൽ കോൺഫിഡൻസ് ഉണ്ടാവും, പക്ഷേ ആ ഒരു ബോഡി നമ്മൾ ക്യാരി ചെയ്യണമല്ലോ. ആ കോൺഫിഡൻസ് വന്നത് വെയിറ്റ് ലോസിന് ശേഷമാണ്. അപ്പോൾ ഞാനൊരു ഹെൽത്തി റെജീം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. രാവിലെ എന്ത് കഴിക്കണം, ഉച്ചയ്ക്ക് എന്ത് കഴിക്കണം, എപ്പോൾ കഴിക്കണം, രാത്രി എന്ത് കഴിക്കണം എന്നൊക്കെ എനിക്ക് കൃത്യമായ ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഹോൾ ഡേ എങ്ങനെയാണ്, നിങ്ങളുടെ വർക്കൗട്ട് റുട്ടീൻ എങ്ങനെയാണ്, നിങ്ങൾ എന്ത് കഴിക്കുന്നു, നിങ്ങളുടെ ഡയറ്റ് എന്താണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് ഇതറിയുന്ന ആൾക്കേ അത് ചെയ്തെടുക്കാൻ പറ്റൂ. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ ഓരോ ടാസ്ക് ആയിരുന്നു. അങ്ങനെ 10ഓളം ടാസ്ക് ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചത് ഈ 94-ൽ നിന്ന് 52-ലോട്ട് വരാൻ സാധിക്കും. അങ്ങനെ ഒത്തിരി പ്രേക്ഷകർ സത്യത്തിൽ ഇങ്ങനെ പാർവതിയെ കാത്തിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ ഒരു ട്രിക്ക് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയൂ. എന്താണ് ഇങ്ങനെ നേർപകുതിയാക്കാൻ സാധിക്കുന്നത്? സൗന്ദര്യത്തിൻ്റെ ഒരു പ്രധാന ഘടകം ഈ വണ്ണം കുറയാന്നുള്ളത് മാത്രമല്ല, നമുക്ക് എന്താണോ വേണ്ടിയത് അതിലേക്ക് പോകാന്നുള്ളത്. ഇപ്പം വണ്ണത്തിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട്. എനിക്ക് ഈ വണ്ണമാണ് ഇഷ്ടം എന്ന് പറയുന്നത്. കുറയ്ക്കാൻ മടി ഉണ്ടായിട്ട് ഇഷ്ടം ആണെന്ന് പറയുന്ന ആൾക്കാരെ പോലല്ല, അല്ലാതെ ജെനുവിൻലി കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് ഏതുവരെ കുറയ്ക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഞാൻ ഹൈറ്റ് ഒത്തിരി ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ എൻ്റെ ഹൈറ്റിന് പറ്റിയ വെയിറ്റിലേക്ക് വരണം. അപ്പോൾ ഈ വയസ്സാകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാം. മുട്ടുവേദന, പുറം വേദന ഒന്നും വരാതിരിക്കാം. പിന്നെ അതിനെ ഞാൻ പേരിട്ടിരിക്കുന്ന മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്നാണ്. നമുക്ക് എന്ത് വേണം കഴിക്കാനെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അതിനൊരു നമ്മുടെ നാട്ടിൽ ഒത്തിരി ചോറ് കഴിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ചോറിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ് മാത്രമേ ഉള്ളൂ. നമ്മുടെ മസിലിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസ് ഇല്ല, നമുക്ക് വേണ്ടിയുള്ള മൈക്രോ ന്യൂട്രിയൻസ് ഇല്ല. അപ്പോൾ വെജിറ്റബിൾസ് ആഡ് ചെയ്യണം, സാലഡ്സ് ആഡ് ചെയ്യണം. ഈ കുറച്ച് കരിച്ചതും പൊരിച്ചതും ഒന്നും കഴിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ മൈൻഡ്ഫുൾ ആയിരിക്കണം. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതൊക്കെ നിർത്താനായിട്ട്. എവിടെയെങ്കിലും പോയി എടുത്ത് തരുമ്പോൾ നമ്മളെടുത്ത് പെട്ടെന്ന് കഴിച്ച് കളയരുത്. എക്സാക്ട്ലി. ലൈക്ക് നമ്മളിപ്പോൾ ഒരു വീട്ടിൽ പോയി അവർ ഓഫർ ചെയ്യുമ്പോൾ പേരിന് നമുക്ക് കഴിക്കാം, പക്ഷെ നമുക്കറിയാം അത്രയും നമുക്ക് ആവശ്യമില്ല. സ്പെഷ്യലി ഷുഗർ. ഞാൻ ആദ്യം അവോയ്ഡ് ചെയ്തത് ഷുഗർ ആയിരുന്നു. പിന്നെ യോഗ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ജിം റെഗുലർലി ചെയ്യുന്ന ഒരാളാണ്. ജിമ്മിൽ വെയിറ്റ് ലിഫ്റ്റിങ്സ് ചെയ്യും. അപ്പം യൂഷ്വലി 35 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വളരെ സ്ലോ ആയിട്ട് റിയാക്ട് ചെയ്യുന്നൊരു ഫേസിലേക്ക് പോകും. അപ്പോൾ ആ സമയത്ത് നമ്മൾ വെയിറ്റ് ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സ്റ്റാമിന ഉണ്ടാവും. 35 ആയാലും ഒരു 25 തോന്നിക്കുള്ളൂ. അപ്പോൾ ചിലർ പറയുന്നത് ഈ വെയിറ്റ് ഈ ഏജ് കൂടുന്നതനുസരിച്ച് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ബോഡിക്ക് വേറെ ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. പതിയെ തുടങ്ങിയാൽ മതി. ഒറ്റയടിക്ക് ഡെഡ് ലിഫ്റ്റ് വെയിറ്റ് എടുക്കാനല്ല, വളരെ ചെറിയ വെയിറ്റ്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ആ ഡിഫറൻസ് മനസ്സിലായിട്ടുള്ള ഒരാളാണ്. മേ ബി ഒരു 5 വർഷം മുന്നേ എന്നോട് ഒരു 30 കിലോ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ഒരു രക്ഷയില്ല. ഒരു കുഞ്ഞിനെ എടുക്കുന്ന പോലെ അല്ലല്ലോ. ഒരു 30 കിലോ നമ്മൾ റെഗുലർലി ഒരു 5 സെറ്റൊക്കെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പം എന്നോട് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ പുറത്തുനിന്ന് കാണുന്ന ഒരാൾ വിചാരിക്കും പുള്ളിക്കാരിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊരു ക്വസ്റ്റ്യൻ വരും. അത് റെഗുലർ ട്രെയിനിങ്ങിൽ കൂടി നമ്മൾ അച്ചീവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഒരു മിസ്സസ് ഇന്ത്യക്ക് വേണ്ടി വളരെയധികം ത്യാഗങ്ങൾ സഹിച്ച ഒരു വ്യക്തിത്വമാണ് അല്ലേ? അതേസമയം മറ്റ് ആക്ടിവിറ്റീസ്, അതിൻ്റെ അഭിനയം അല്ലെങ്കിൽ ഒരു സിനിമാ രംഗത്തേക്ക് അങ്ങനെ എന്തെങ്കിലും കടന്നു വരണമെന്നുള്ള ഉണ്ട്? അഭിനയ രംഗത്തൊക്കെ ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. കുറച്ച് ഇങ്ങനെ ഷോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇഷ്ടമാണ് അഭിനയിക്കാൻ. വരും
മേ ബി വെരി സൂൺ. കുറച്ച് തെലുഗു മൂവീസൊക്കെ ഇങ്ങനെ ഓഫർ വന്നിട്ടുണ്ട്. തെലുഗു ആയതുകൊണ്ട് എനിക്ക് മലയാളമാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷ്, പിന്നെ ഹിന്ദി, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ തെലുഗു. പിന്നെ ഞാൻ കൂടുതലും മോഡലിംഗ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ സിനിമ എപ്പോഴും ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ആക്ച്വലി ഒരു നല്ലൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ? ഡെഫിനറ്റ്ലി. ഞങ്ങൾക്കൊരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്, ഫെയറി ഫ്രെയിംസ് പ്രൊഡക്ഷൻസ് എന്ന് പറയും. കീടം എന്ന് പറയുന്നൊരു മൂവി റീസെൻ്റ്ലി ശ്രീനിവാസൻ സാറൊക്കെ അഭിനയിച്ച ഞങ്ങൾ അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ ചെയ്തിരുന്നതാണ്. അപ്പോൾ മൂവി ഇൻഡസ്ട്രിയുമായിട്ടും അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ഒരു അവസരം വരുമ്പോൾ, നമ്മുടെ സമയമാകുമ്പോൾ നമ്മൾ വരും. ഞങ്ങളുടെ ഒരു വെൽ വിഷർ ഒരു ചേട്ടനുണ്ട്, പുള്ളി പറഞ്ഞൊരു കോട്ടാണ്, ലക്കി ആയിരിക്കണോ ഇൻ്റലിജൻ്റ് ആയിരിക്കണോ? അപ്പോൾ നമുക്കൊരു മിനിറ്റ് ആലോചിക്കാൻ തന്നിട്ട് ഞാനപ്പോൾ വിചാരിച്ചു ലക്കി ആയിരിക്കണം. ഓക്കെ, ഇൻ്റലിജൻ്റ് ആയാലും പണിയെടുത്താലല്ലേ ആ ലക്കിലോട്ട് എത്തുള്ളൂ. അപ്പോൾ ലക്കി ആയിരുന്നു കഴിഞ്ഞാൽ കുറച്ച് ജോലി എടുത്താലേ എത്തില്ലേ. അപ്പോൾ പുള്ളിയുടെ എക്സ്പ്ലനേഷൻ ഇതായിരുന്നു, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടും ലക്ക് കൊണ്ട് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോവാം. പക്ഷെ ലക്കി ആണെങ്കിൽ ആ നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് കിട്ടും. അപ്പം ലക്കി ആയിരിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, അതുകൊണ്ട് ഞാൻ രണ്ടിലും ഈക്വലി വിശ്വസിക്കുന്നു. പിന്നെ ഹാർഡ് വർക്ക് ഇല്ലാതെ ഒരിടത്തും ആരും എത്തില്ല. നമുക്ക് വെറുതെ വീട്ടിലിരുന്നു എന്ന് പറഞ്ഞ് ഇത് നമ്മുടെ അടുത്ത് വരില്ല. നമ്മൾ തന്നെ അങ്ങോട്ട് പോകണം, അപ്പോൾ അത് നമ്മുടെ അടുത്തേക്കും വരും. ആ ദൂരം ഈക്വലി കവറാവും. നേട്ടമൊക്കെ കൈവരിച്ചതിന് ശേഷം ജോലി സ്ഥലത്തെത്തിയപ്പോൾ എന്തായിരുന്നു അവരുടെ ഈ സഹപ്രവർത്തകരുടെ? അവരെല്ലാവരും ഭയങ്കര പ്രൗഡാണ്. അവരും പറയുന്നത്, ഒരു ബ്യൂട്ടി ക്വീനിൻ്റെ കൂടെയാണല്ലോ ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ബ്യൂട്ടി എന്ന് പറയുന്നത് ഔട്ടർ ബ്യൂട്ടി മാത്രമല്ല, ഈ ലോകം കണ്ട ഏറ്റവും വലിയ സുന്ദരിയൊന്നുമല്ല ഞാൻ. എന്നെക്കാളും പ്രിട്ടി ആയിട്ടുള്ള കുട്ടികൾ എൻ്റെ അറൗണ്ടിനൊക്കെ ഉണ്ട്. ഇറ്റ് ഈസ് സംതിങ് വിച്ച് വി ബിഹോൾഡ് ആസ് വെൽ. നമ്മുടെ ഉള്ളിലൊരു ബ്യൂട്ടി ഉണ്ട്, അതുമുണ്ട് ഔട്ട്സൈഡ് നമുക്കൊരു ബ്യൂട്ടി ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ ഒരു വാല്യൂ എന്ന് പറയുന്നത് മേളിലാവുന്നത്. ഡെഫിനറ്റ്ലി എൻ്റെ കോവർക്കേഴ്സുമായിട്ട് ഞാൻ വളരെ നല്ല റിലേഷൻ കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. എന്നെ അറിയാത്ത ആൾക്കാരുണ്ട്, അപ്പോൾ അവർക്കറിയാം ഞാനിങ്ങനെ ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടായി. ഇപ്പം ലൈക്ക് സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, ഇൻസ്റ്റഗ്രാം ഉണ്ട്, പിന്നെ ഫ്രണ്ട്സ് തന്നെ പറഞ്ഞിട്ടറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും അവർ അറിയാത്ത ആൾക്കാരും വന്നിട്ട് പറയുന്നു, ഇങ്ങനെ ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടാക്കി, ലൈക്ക് വി ആർ വെരി പ്രൗഡ്. നമ്മളിപ്പോൾ രാവിലെ വരുന്നു, ജോലി ചെയ്യുന്നു, വീട്ടിൽ പോകുന്നു, വേറൊന്നും തിങ്ക് ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങനൊരു അച്ചീവ്മെൻറ്റ് വന്നതിൽ ദേ ആർ ഓൾസോ വെരി പ്രൗഡ്. അങ്ങനെ നെടുമങ്ങാട്ടുകാരിയായിട്ടുള്ള പാർവതി രവീന്ദ്രൻ ഇന്നിപ്പോൾ മിസ്സസ് ഇന്ത്യ എന്ന് പറയുന്ന വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചാണ് ആ മേഖലയിൽ എത്തിയത് എന്നുള്ളതാണല്ലേ. പ്രേക്ഷകരോടായിട്ട് എന്താണ് സ്നേഹത്തോടെ പറയാനുള്ളത്? ഇനി ഞാനിവിടെ വരുന്നത് ഒരു സിനിമാ താരത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാനായിരിക്കും. അതെ, ഞാൻ ഇവിടെ താമസിക്കുന്ന ആളല്ലാത്തത് കൊണ്ട് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് കൺഗ്രാജുലേറ്റ് ചെയ്യാനും ഒക്കെ വന്നു. ലൈക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുള്ള നാട്ടിലാണ് ജനിച്ചതും ജീവിച്ചതെന്നും പറയുന്നതിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ചും ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന ഒരാൾ ആണ് പാർവതി. ഇപ്പോൾ ഇവിടെ കേരളത്തിലെത്തി, നെടുമങ്ങാട് എത്തിയപ്പോൾ ഈ നാടുമായിട്ട് അല്ലെങ്കിൽ അവരുടെ സ്നേഹം, അവിടുത്തെ സ്നേഹവും ഇവിടുത്തെ സ്നേഹവും തമ്മിൽ എങ്ങനെയാണ്? വളരെ വ്യത്യാസമുണ്ട്. അവിടുത്തെ ആൾക്കാരെന്ന് പറയുമ്പോൾ അവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ കാണിക്കുന്ന അത്ര സ്നേഹം അവർ കാണിക്കില്ല. അവിടെ എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. ഇവിടെ ലിമിറ്റ് ഇല്ലാതെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളൊരു അവാർഡ് അല്ലെങ്കിൽ നമ്മളൊരു അച്ചീവ്മെൻ്റ് ഉണ്ടെങ്കിലും അവരത് അവരുടെ അച്ചീവ്മെൻ്റ് ആയിട്ട് കാണുന്ന ആൾക്കാരാണ്. വളരെ പ്രൗഡായിട്ട് നമ്മളെ നോക്കുന്ന ആൾക്കാരാണ്, ഇൻസ്പിറേഷൻ ആയിട്ട് കാണുന്ന ആൾക്കാരാണ്. അവിടെയും ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ എനിക്ക് കുറച്ചുകൂടി അഫെക്ഷൻ തോന്നിയിരിക്കുന്നത് ഉറപ്പായിട്ടും നാട്ടിലെ ആൾക്കാരുടെ അടുത്താണ്. അങ്ങനെ നാട്ടിലെ സ്നേഹം അത് മനസ്സിൽ സൂക്ഷിക്കുകയാണ് പാർവതി. ഈ മനോഹരമായിട്ടുള്ള വിശേഷങ്ങൾ പ്രേക്ഷകർക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.